ശ്രീമതി ഫാദി ബഷീർ, ശ്രീമതി ഫാത്തിമ, മറ്റ് ബഷീറിൻ്റെ കുടുംബാംഗങ്ങളുടെ എന്ന് പറഞ്ഞാൽ ബഷീറിൻ്റെ സഹോദരന്മാരും എല്ലാം ഇവിടെ ഉണ്ട്. അവരെ പറ്റി പിന്നെ ഞാൻ അവരുടെ പേരുമൊക്കെ പറയാം. നിങ്ങൾക്ക് ഇവിടെ ഈ വേദിയിലുള്ള എല്ലാവർക്കും എൻ്റെ മുമ്പിൽ ഉള്ളവർക്കും ആദ്യമേ സ്വാഗതം ആശംസിക്കട്ടെ. ഇന്ന് DC ബുക്സിൻ്റെ 20ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയാണ് ഇന്നത്തെ ചടങ്ങുകളുടെ പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നാളെ നടക്കുന്ന ചടങ്ങുകൾക്കായിരിക്കും. DC ബുക്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ പ്രധാനമായും ബഷീറിനെ അനുസ്മരിക്കുവാൻ കൂടുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 1.5 മാസത്തിന് ഇടയിൽ എത്രയോ പ്രാവശ്യം എവിടെയെല്ലാം ബഷീർ അനുസ്മരണം നടന്നു എന്ന് നിങ്ങൾക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. DC ബുക്സിന്റെ ഈ വാർഷികത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ബഷീർ അനുസ്മരണത്തിന് നൽകുകയാണ്. ബഷീർ അനുസ്മരണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള അനുസ്മരണമല്ല. ബഷീറിന്റെ ഭാഷ തന്നെ ഉപയോഗിക്കാൻ ഇമ്മിണി വലിയ അനുസ്മരണമാകും അത്. അതായത് ബഷീറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ബാല്യകാല സഖി പ്രസിദ്ധപ്പെടുത്തിയിട്ട് 50 കൊല്ലം തികയുന്ന വർഷമാണ്. അപ്പോൾ 50ാം വർഷ പതിപ്പ് എന്നോ സുവർണ ജൂബിലി പതിപ്പോ എന്ന് പറയാവുന്ന ഒരു പ്രത്യേക പതിപ്പ് ഇന്ന് ഇവിടെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ആ പതിപ്പ് പല പ്രത്യേകതകളുണ്ട്. സാധാരണഗതിയിലുള്ള ഒരു പതിപ്പല്ല. മലയാളത്തിൽ ഇന്നോളം ഇറങ്ങിയിട്ടുള്ള 50,000 പുസ്തകങ്ങളുടെ കണക്കെടുത്താൽ 50,000 പുസ്തകങ്ങളാണ് മലയാള ഭാഷയിൽ ഇതുവരെ പ്രസിദ്ധപ്പെടുത്തുന്നത്. അതെല്ലാം കൂടി എടുത്ത് നിർത്തി വെച്ചാലും ഒന്നാം തന്തിയിലെന്നോ ആ ഒന്നാം തന്തിയിൽ തന്നെ ഒന്നാമതെന്നോ ഒക്കെ പറയാവുന്നത് പോലെ അത്ര മനോഹരമായ ഒരു പ്രസിദ്ധീകരണം കൂടിയാണ് അത്. ഇത് അതിൻ്റെ ആ ഉൾപ്പെടെയുള്ള നിർമ്മാണ നിലവാരത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഉള്ളടക്കത്തെ പറ്റി പറയുമ്പോൾ ഡോക്ടർ M.M. ബഷീറാണ് അത് എഡിറ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു പഠനം ഉണ്ട്. പിന്നെ കുട്ടിക്കൃഷ്ണമാരാര്, O.C. തോമസ്, ONV കുറുപ്പ്, M. കൃഷ്ണൻ നായർ, ഡോക്ടർ R.E. ആശർ, M.N. കാരശ്ശേരി മുതലായവരുടെ ഓർമ്മകളോ പഠനങ്ങളോ ഒക്കെ ഇതിനകത്തുണ്ടാകും. അപ്പോൾ ഇതിലെല്ലാം പുറമെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പുസ്തകത്തെ ഏറ്റവും ആകർഷകമാക്കിയിരിക്കുന്നത് കേരളത്തിലെ അതുല്യ ചിത്രകാരനായ നമ്പൂതിരിയാണ്. നമ്പൂതിരിയുടെ ചിത്രങ്ങൾ എല്ലാ അധ്യായത്തിലും ഒന്നോ ചിലപ്പോൾ അതിലധികമോ വീതമുണ്ട്. പിന്നെ അച്ചടിയുടെയൊക്കെ നിലവാരം പറഞ്ഞാൽ സാധാരണ ഇന്ത്യൻ നിലവാരത്തിലെ ഏറ്റവും ഉയർന്നത് എന്ന് മാത്രം ഞാൻ തൽക്കാലം അതിനെ വിശേഷിക്കും. ആ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് ബഷീറിന്റെ എല്ലാ പുസ്തകങ്ങൾക്കും ഒരു കാലത്ത് ചിത്രീകരണം നടത്തിയിരുന്ന പ്രസിദ്ധ നിരൂപകനും പണ്ഡിതനുമായ M.V. ദേവനാണ്. ദേവൻ പിന്നെ ഈ പുസ്തകം ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇവിടെ സുകുമാർ അഴീക്കോട് നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും ഇവിടെ വരുന്നയാളാണ്. ഒട്ടും പുതിയ ആളല്ല. പക്ഷേ നമ്മുടെ ആളുകൾക്കല്ല, ഞങ്ങൾക്കും ഒരു വലിയ ഒരു സമ്മേളനം നടത്തുമ്പോൾ ഞങ്ങൾക്കും നിങ്ങൾക്കും അഴീക്കോടില്ലാത്ത ഒരു യോഗത്തെ പറ്റി ചിന്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അഴീക്കോടിന് പണ്ട് പറഞ്ഞതിനേക്കാളൊക്കെ തിരക്ക് കൂടും. ഇപ്പോൾ LBTയുടെ ചെയർമാനാണ് അദ്ദേഹം. അതുകൊണ്ട് എല്ലാ മാസത്തിലും നിശ്ചിത ദിവസങ്ങളിൽ ഡൽഹിയിൽ പോകാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഡൽഹിയിലായിരിക്കും ഒരു 10 ദിവസം. അപ്പോൾ അതിനിടയ്ക്കൊക്കെ സമയം ഉണ്ടാക്കിയ വളരെ വിഷമമാണെങ്കിലും പ്രോഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അദ്ദേഹം എത്തിയിരിക്കുന്നു. പിന്നെ സാരന്മാരെ പറ്റി പറഞ്ഞാൽ സാരന്മാര് പകുതി ദിവസം എറണാകുളത്തും മറ്റേ പകുതി ദിവസം കൊല്ലത്തുമായിരിക്കും.
കുടുംബത്തിന്റെ തീപിടുത്തം കൂടിയാണ് ഇപ്പോൾ ദേവൻ ആരുമായാണ് താമസമെങ്കിലും അദ്ദേഹം 15 ദിവസമോ അതിലധികമോ മാഹിയിലെ കലാഗ്രാമത്തിലായിരിക്കും അദ്ദേഹം സത്യവും ഉള്ളത്. അപ്പോൾ ഈ 3 പേരും ഇവിടെയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഇതെല്ലാം എഡിറ്റ് ചെയ്ത് ആ പുസ്തകത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കിയ ഡോക്ടർ ബേസികളും കൂടിയുണ്ട്. ഈ 4 പേരുടെയും പുറമെ ഇനിയും 2 പേര് കൂടിയുണ്ട്. ആ 2 പേര് ഒന്ന് ബാല്യകാലത്തെ മാത്രമല്ല പ്രകാശിക്കുന്നത്. പക്ഷേ ബാല്യകാലത്തിൻ്റെ പ്രാധാന്യം അത്ര വലുതായി ഞാൻ ആദ്യം പറഞ്ഞതേ ഉള്ളൂ. ബാല്യകാലത്തിനോടൊപ്പം ബഷീറിന്റെ ആദ്യത്തെ ജീവചരിത്രം എന്ന് പറയട്ടെ, അങ്ങനെയൊരു ജീവചരിത്രം വരുന്നുണ്ട്. പ്രശസ്ത പത്രപ്രവർത്തകനായ E.M. അഷ്റഫ്, അദ്ദേഹത്തിന്റെ അഷ്റഫ് എഴുതിയ ജീവചരിത്രത്തിന്റെ പ്രകാശനം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ ആ ജീവചരിത്രം പ്രകാശിപ്പിക്കുന്നത് ഡോക്ടർ ബഷീറാണ്. മറ്റേ പുസ്തകം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദേവൻ. പിന്നെ പുസ്തകം വാങ്ങിക്കുന്നവരെ പറ്റി കൂടി പറയാം. M.N. ഗോവിന്ദൻ നായർ പുസ്തകം വാങ്ങിക്കുമ്പോൾ അതിന്റെ ഔചിത്യം എന്താണെന്ന് അറിയാം. നമ്മുടെ M.N. ഗോവിന്ദൻ നായർ ബാല്യകാലത്തേക്ക് സ്വീകരിക്കുമ്പോൾ അതിന്റെ ഔചിത്യം അദ്ദേഹം പറയാൻ ഞാൻ പറഞ്ഞേക്കാം. അദ്ദേഹത്തിന് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളത്. 1941-ലോ 40-ലോ ആയിരിക്കും സാക്രി സഖ്യം കോട്ടയത്ത് MP കോളേജ് അധ്യക്ഷതയിൽ നടന്നുവന്നിരുന്ന ഒരു സംഘടന. അവിടെ വെച്ച് ബഷീറിന്റെ കയ്യെഴുത്ത് പ്രതി വായിച്ച് ആളുകൾ ചർച്ച ചെയ്തപ്പോൾ ഇത് ഒട്ടും കൊണ്ടല്ലാത്ത അത് വലുതായ പുസ്തകമാണെന്ന് പറഞ്ഞ് നമ്മളിതിനകത്ത് ഉൾപ്പെടെയുണ്ട്. അന്ന് ഉണ്ടായിരിക്കും. അന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഗോവിന്ദൻ നായർ. ആ ഗോവിന്ദൻ നായർക്ക് 50 കൊല്ലം കഴിഞ്ഞ് ഈ ജൂബിലി പതിപ്പ് 50 കൂടെ കഴിഞ്ഞിരിക്കുന്നു. 50 കൊല്ലം മുമ്പ് പുസ്തകം പ്രസിദ്ധപ്പെടുത്തതാണ്. ഇവർ വായിച്ചത് 50 കൊല്ലത്തിന് 2-3 കൊല്ലങ്ങളുടെ മുമ്പായിരിക്കും. 1944-ലാണ് പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയത്. ഇവർ ഭാഗവീ സഖ്യത്തിൽ വായിച്ചത് 40-ലോ 41-ലോ 2-ലാണോ എന്നാൽ ചിലപ്പോൾ 42-ലും ആവാം. അത്ര കൃത്യമായ അതിലില്ല. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന M.N. ഗോവിന്ദൻ നായർ തന്നെ ഈ പുസ്തകമായ ഇരിക്കാറുണ്ടായിരുന്നു. പിന്നെ മുൻനിരയിൽ നിങ്ങൾ 2 പേരെ കൊടുക്കാം. ഒന്ന് ബഷീറിന്റെ പ്രിയപത്നി പാവി ബഷീറാണ്. മറ്റേത് ബഷീറിന്റെ കഥാപാത്രമായ പാത്തുമ്മയുടെ ആളുടെ പ്രധാന കഥാപാത്രമായ പാത്തുമ്മ തന്നെയാണ്. പാത്തുമ്മയെ ഇതിനു മുൻപ് കോട്ടയത്ത് എന്നല്ല നല്ലവരപ്പുറത്തുള്ള ചുരുക്കമായ കഴിക്കാൻ കഴിയും. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റ് സഹോദരന്മാർ അബ്ദുൽ ഖാദർ എന്ന ബഷീറിന്റെ നേരെ ഇളയ സഹോദരന് യാത്ര ചെയ്യാൻ കഴിയാം. അദ്ദേഹത്തിന്റെ പുത്രൻ ജലാൽ. പിന്നെ അടുത്ത 3-ാമത്തെ ആള് പാത്തുമ്മ തന്നെയാണ്. പാത്തുമ്മയാണ് അങ്ങേയറ്റത്ത് ഇരിക്കുന്നത്. പിന്നെ ഹനീഫ ഇരിക്കുന്നു. ബഷീറിന്റെ ഇളയ സഹോദരൻ 4-ാമത്തെയാണ്. പിന്നത്തേത് അബൂബക്കറാണ്. ഇങ്ങനെ ഞാൻ ഇന്നത്തെ പല പത്രക്കാരോടും ഇതിന്റെ പ്രാധാന്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ബഷീറിന്റെ പേരിൽ പത്രങ്ങൾ സ്ഥലം ചെലവാക്കിയതുപോലെ ഞാൻ പ്രകടിപ്പിച്ച ഒരു കാര്യമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ മരിച്ചപ്പോൾ മലയാള പത്രങ്ങൾ എത്രമാത്രം പേജുകൾ അദ്ദേഹത്തിന് വേണ്ടി നീക്കിവെച്ചിരുന്നു. അത് മറ്റൊരു രാഷ്ട്രീയ നേതാവിനും കിട്ടാത്ത ഒരു ബഹുമതി, വലിയ ബഹുമതിയായിരുന്നു. അപ്പോൾ ആ ബഹുമതി ഒക്കെ നൽകിയ പത്രക്കാരോട് ഞാൻ പ്രത്യേകം പറഞ്ഞു. ബഷീറിന്റെ കുടുംബാംഗങ്ങൾ ഞാൻ പറയുമ്പോൾ ഇനിയാണ് മുഴുവനായില്ല. കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ വിവരിച്ച ആളുകൾക്ക് പുറമെ ഈ ബഷീറിന്റെ മക്കളുണ്ട്. മൂത്ത മകൾ ഷാഹിനയാണ്. ഷാഹിനയില് യാത്ര ചെയ്യാൻ മാത്രം സുഖമില്ലാതെ ഇരിക്കുന്നതുകൊണ്ട് ഇന്ന് വന്നില്ല. കഴിഞ്ഞ ആഴ്ച കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വരാൻ മാത്രം സുഖമില്ലാതെ വന്നു. ബഷീറിന്റെ മകൻ എൻജിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന അനീസ് ബഷീർ അദ്ദേഹമാണ്
അനീസ് ബഷീർ, ബഷീറിന്റെ ഏകപുത്രൻ. പിന്നെ ഷാഹിദയുടെ 2 മക്കൾ കൂടിയുണ്ട്. 2 മക്കളെ ഉള്ളൂ, അത് 2 പേര് കൂടിയുണ്ട്. മുല്ലു, ബാബു. അപ്പോൾ ബഷീറിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റയാൾ ഷാഹിനയ്ക്ക് ഇവിടെ വരാൻ സാധിച്ചില്ല എന്നുള്ളത് ഒഴിച്ചാൽ ഞാൻ പത്രക്കാരോട് പറഞ്ഞതാണ്, ഈ കുടുംബത്തെ ഇത്ര പൂർണ്ണമായി എവിടെയെങ്കിലും വിളിച്ച് ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് മറ്റൊരു അവസരം അധികം കിട്ടുന്നതല്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അങ്ങോട്ട് കിടക്കുന്നില്ല. ഞാൻ വിചാരിച്ച ഒരു സമയം നമുക്ക് സമയകൃതി വെച്ചിട്ടുണ്ട്. നമുക്ക് വേറെ ചില കാര്യങ്ങളോട് പറയാനുണ്ട്. അത് മറ്റ് പിന്നെ ദേവനോ എമ്മോ ഒക്കെ സംസാരിക്കാം. ഞാനിത് മുന്നേ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന അരീക്കോടും സാലിമും ദേവനും ബഷീറും യമ്മനും വർഗീസും ശ്രീമതി പാമിയും ശ്രീമതി കാത്തുമ്മയും പിന്നെ അബ്ദുൽഖാദറിന്റെ പുത്രനും അബൂബക്കർ അനീഫയും പിന്നെ അനീസും നമ്മുടെ കുട്ടികളും എല്ലാം ഉൾപ്പെട്ട കുടുംബത്തിനും ഇതെല്ലാവരും കുടുംബം ഞാൻ എടുത്തിട്ട് എല്ലാവർക്കും കൂടെ ഒറ്റ വാക്കിൽ സ്വാഗതമാണ്. എല്ലാ ഭാഗങ്ങളിലും അല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾ ക്ഷണക്കത്തയക്കുന്നു എന്ന് പറഞ്ഞാലും ശരിയാവില്ല. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഞങ്ങൾ ക്ഷണക്കത്തുകൾ അയക്കുന്നു. ക്ഷണക്കത്തോട് തികയാതെന്ന് ഞങ്ങൾ വളരെ വിഷമിച്ച് കഴിച്ച ദിവസങ്ങളിൽ. അതുകൊണ്ട് ലോക്കലായിട്ട് കുറെ അധികം പേർക്ക് കൊടുക്കാൻ കഴിയില്ല. അച്ചടിച്ച് കിട്ടാവുന്നിടത്തോളം കോപ്പികൾ യാതൊരു മീറ്റിങ്ങിലും ഉപയോഗിക്കാത്ത പോലെ 6000 ക്ഷണക്കത്തുകൾ ഇന്നെനിക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ക്ഷണക്കത്ത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കയില്ല, ഞാൻ സൂക്ഷിച്ചു വെക്കും, ഞാൻ മരിക്കുന്നതിന് സൂക്ഷിച്ചു വെക്കും എന്ന് എഴുതിയിട്ടുണ്ട്. വളരെ പ്രബലനായ 2 പേരുണ്ട്. അതുപോലെ നല്ലൊരു എഴുതിയിട്ടുണ്ട്. അത്ര സുന്ദരമായി അച്ചടിച്ച ഒരു ക്ഷണക്കത്ത് എല്ലാവർക്കും അയക്കുന്നു. നമ്മുടെ എഴുത്തുകാരന്റെ 1200 പേർക്ക് ഇംഗ്ലീഷ് ക്ഷണക്കത്തുകൾ പോയിട്ടുണ്ട്. ഇന്ന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കമ്പി അടിച്ച 2 പേരെ മാത്രമേ ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരും ഉണ്ടാവും എങ്കിലും ഒന്ന് ഡോക്ടർ ആശർ തന്നെയാണ്. ബഷീറിന്റെ പുസ്തകങ്ങൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് എഡിറ്റോറിയൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തുകയും ബഷീറിന്റെ പേര് ബഷീറിന്റെ നാടികാലത്തേക്ക് കുപ്പാസമ്മയാണ് ഈ 3 പുസ്തകങ്ങൾ പരിഭാഷത്തിൽ പ്രസിദ്ധപ്പെടുത്തുകയും ബഷീറിന്റെ പേര് നോബൽ സമ്മാനത്തിൽ നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്ത ഡോക്ടർ ആശറാണ്. ആശ ഈ യോഗത്തിന് സർവമംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഫാക്സ് സന്ദേശം തന്നെ അയച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി വളരെ രീതിയിൽ കിട്ടിയ ഒരു സന്ദേശം ഡോക്ടർ റോബിൻ ജെഫ്രിയുടേതാണ്. അത് ആസ്ട്രേലിയയിൽ നിന്ന് കേരളത്തെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ജെഫ്രിയെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ഈ യോഗത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ഭരണകാരന്മാരും ഇന്ത്യയിലെ നിരവധി ഭരണകാരന്മാരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിൽ അറിയപ്പെടുന്ന വളരെയധികം ഭരണകാരന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാനന്മാരിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഒരു 10-200 പ്രധാനന്മാരെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്ഷണത്തിന്റെ ഒരു ഭാഗം ഇംഗ്ലീഷിലേക്ക് മാറ്റിയിരിക്കുന്നത്. അവർക്കൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെയൊക്കെ സ്വാഗതം ആശംസിക്കാനാണോ നിങ്ങൾക്ക് ജീവിക്കുന്നത്. എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം വളരെ കൃത്യമായിട്ട് 5 മണിക്ക് 1 സെക്കൻഡ് പോലും മാറ്റമില്ലാതെ യോഗം തുടങ്ങണമെന്ന് ഉദ്ദേശിച്ചു. അങ്ങനെ തുടങ്ങാൻ സഹായിച്ചത് നിങ്ങളാണ്. നിങ്ങൾക്ക് പ്രത്യേകം നന്ദിയുണ്ട്. നിങ്ങൾക്കെല്ലാം സ്വാഗതം ആശംസിക്കുന്നു. നമസ്കാരം. വിശേഷിച്ച് ഈ സമ്മേളനത്തെ തങ്ങൾ വന്നതുകൊണ്ട് ധന്യരാക്കിയ ശ്രീമതി ബഷീറിനും ബഷീറിൻ്റെ പുത്രപൗത്രന്മാർ, ബഷീറിൻ്റെ സഹോദരന്മാർ ഈ മനോഹരമായ കാഴ്ച കാണാൻ എത്തിയ സഹൃദയർക്കും എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം. ഇന്നത്തെ ഈ സമ്മേളനം പല നിലയ്ക്കും
അസാധാരണമായ പ്രാധാന്യമുള്ള ഒരു സമ്മേളനമാണ്. സാധാരണയായി ആലോചിക്കാതെ പ്രഭാഷകർ നടത്തുന്ന ഒരു ചടങ്ങാണ് ആദ്യമേ തന്നെ ചെയ്യുന്ന സംബോധന. വെറുതെ പറയും മഹാജനങ്ങളെ എന്നല്ല. ഇന്നാകട്ടെ സാധാരണ പറയുന്നത് ഒതുങ്ങാത്ത വിധത്തിലുള്ള സംബോധനകളിൽ സൂചിക്കപ്പെടേണ്ട കുറേ വ്യക്തികൾ ഇവിടെ സന്നിഹിതരായിരിക്കും. ആ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ സാധാരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെപ്പോലുള്ള അധ്യക്ഷ പ്രഭാഷകരും വ്യക്തികളെല്ലാം സത്യത്തിൽ ശ്രദ്ധാകേന്ദ്രങ്ങളല്ലാതെ മങ്ങിയിരിക്കുന്നു. നാഗപ്രസംഗത്തിൽ DC തൻ്റെ പ്രഭാഷണത്തിൻ്റെ ആവർത്തനത്തിൻ്റെ കല കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സദസ്സിൻ്റെ ജീവൻ മുഴുവൻ ബഷീർ അറിയിക്കേണ്ടതായിരിക്കും. പക്ഷെ ബഷീർ ഇല്ലാത്തപ്പോൾ പിന്നെ ജീവന്റെ പകരം നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഇരിപ്പിടങ്ങളായ കുടുംബത്തിലെ അവശിഷ്ട സൗഭാഗ്യങ്ങളാണ്. അവരാണ് അതുകൊണ്ട് ബഷീറിന് പകരമായി നിൽക്കുകയാണ്. ബഷീറിൻ്റെ ആത്മാവിൻ്റെ സുഗന്ധം നമ്മൾ അവരിലൂടെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ബഷീറിൻ്റെ മുമ്പിൽ എങ്ങനെയാണോ നമ്മളൊക്കെ പെരുമാറിയത് അതുപോലെ ഈ പ്രസംഗത്തിൻ്റെ ഒരു കൃത്രിമത്വം ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ബഷീർ മരിച്ചിട്ടില്ല എന്നതിൻ്റെ ഒരു അനുസ്മാരകമായി ഈ മട്ടിലുള്ള ഒരു ഹൃദയപ്രതി ഉളവാക്കത്തക്ക വിധത്തിൽ ഈ സമ്മേളനം രൂപപ്പെടുത്തിയ ഇതിൻ്റെ പിന്നിലുള്ള കലാകാരികൾക്ക് ഉത്തരവാദികളായവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സർവാത്മന അഭിനന്ദിച്ചുകൊള്ളട്ടെ. നന്നായി തുടങ്ങുന്നത് പൂർണ്ണമായി വിജയിക്കുന്നു എന്ന ചൊല്ല് ഇതാ നാം ഇവിടെ നന്നായി തുടങ്ങിയതുകൊണ്ട് പൂർണ്ണമായി വിജയം അനുഭവിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ കഴിഞ്ഞ കൊല്ലം വരെയുള്ള ഉദ്ദേശം ഈ കൊല്ലവും തുടരുന്നുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ പറയപ്പെട്ട വിശേഷം കൊണ്ട് ആ ഉദ്ദേശവും മങ്ങിപ്പോയിരിക്കുകയാണ്. അത് പറയാൻ ഏറ്റവും കടപ്പെട്ട DC തന്നെയും പറയേണ്ടെന്ന് വെച്ചിരിക്കുന്നു. DC ബുക്സിൻ്റെ 20ാം വാർഷികമാണ് ഇതിൻ്റെ സാന്ദർഭികമായ ഔചിത്യം. പക്ഷെ അതെല്ലാം ഏതോ ഒരു വെള്ളപ്പൊക്കത്തിലെന്നതുപോലെ ഒഴുകിപ്പോയിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം 19ാം വർഷം ഉണ്ടായി, അടുത്ത കൊല്ലം 21 ഉണ്ടാകും. പക്ഷെ ഈ ഒരു വിംശതി എന്ന് പറയുമ്പോൾ NPS വിംശതിനെ ഓർമ്മിക്കുകയാണ്. പഴയ 20ാം വർഷം അന്നാണ് സംസ്കൃതത്തിൽ 20 ഒരു വാക്കുണ്ട് എന്ന് ലോകം മനസ്സിലാക്കിയത്. വിംശതി എന്നുള്ളത് സജ്ജീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ ഉദ്ഘാടനത്തിൻ്റെ തൊപ്പിയൊക്കെ എനിക്ക് അണിയിലൂടെ വരാൻ വളരെയേറെ പ്രയാസമുണ്ടാകുകയാണ്. പ്രയാസം ഇപ്പോഴും തോന്നുന്നു. DC-യുടെ ഒരു സാമർഥ്യം ഇതിൻ്റെ ഉദ്ഘാടനമായി എന്നെ പിടിച്ചു നിർത്തിയതാണ് എന്ന് ഈ പിടിച്ചു നിർത്തിയതിലുള്ള വേദന അനുഭവിക്കുമ്പോൾ അത് അല്പം ഒന്ന് തുറക്കാനായിട്ടെങ്കിലും പറയാതെ എനിക്ക് നിവൃത്തിയില്ല. DC കേരളത്തിലെയും ഇന്ത്യയിൽ പ്രസാധക ലോകത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാനം എന്താണെന്ന് NDTയുടെ റെക്കോർഡുകളൊക്കെ പരിശോധിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത്രമാത്രം അഖില ഭാരത പ്രശസ്തിയുള്ള ഒരു പ്രസാധകനെ ഏതെങ്കിലും ഒരു എഴുത്തുകാരനെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു യോഗ്യതയാണ് എനിക്ക് ഉദ്ഘാടകനായിട്ട് കിട്ടിയതെന്ന് പറയാതെ പറ്റിയില്ല. ഈ വഞ്ചനയെ ഒരു പ്രസാധകൻ എങ്ങനെ നേരിടും എന്ന് വർദ്ധിക്കുമ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ നേരിടണമെന്ന് പ്രസാധകൻ ഇതുകൊണ്ട് തെളിയിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ പ്രധാന സ്ഥാനം തന്നെ തന്നുകൊണ്ട്
ഇങ്ങനെ കൊണ്ട് ലോകം നടക്കുകയില്ല എന്ന് അദ്ദേഹം എന്നെ മൃദുവായി ശാസിച്ചിരിക്കുന്നു. കഴിഞ്ഞ കൊല്ലം ആരംഭിച്ചതാണ് എൻ്റെ വഞ്ചന. DC ഒരു പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ കൊല്ലം അദ്ദേഹം പരസ്യപ്പെടുത്തിയതാണ് എൻ്റെ ഒരു പുസ്തകം. പിന്നെ എനിക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യം എഴുത്തും ഏറ്റവും എളുപ്പം നടത്തുന്നത് പ്രഭാഷണവുമാണ്. അങ്ങനെ ഒരു സൃഷ്ടിയാണ്. എഴുതുക എന്ന് പറഞ്ഞാൽ പ്രാണവേദനയാണ്. പരീക്ഷകൾ എഴുത്തൊഴിച്ചാൽ. പക്ഷേ അതുകൊണ്ട് എനിക്ക് പുസ്തകം കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അദ്ദേഹം മാറ്റി വേറെ ഏതൊക്കെ പണ്ട് യാതൊരു എന്താണ് ബ്രാഹ്മണനില്ലെങ്കിൽ പിന്നെ ആടുകളിൽ മറ്റൊരു പ്രമാണം പോകുന്നു. അതുപോലെ അവർക്ക് ഇത് ആടില്ലാത്തതുകൊണ്ട് ബ്രാഹ്മണനെ എങ്ങനെയും അദ്ദേഹം ഒപ്പിച്ചു. അന്ന് ഞാൻ പറഞ്ഞു ഇപ്പല്ലേ ശരിയാക്കുക. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം വരെ അത് പറഞ്ഞു. പക്ഷെ എനിക്ക് ശരിയാക്കാൻ സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള തിരക്കാണ്. എന്തിനാണ് തിരക്കുന്നത് നമുക്ക് ചോദിക്കാതെ വിഷയമാണ്. അവൻ ചോദിക്കരുത്. അങ്ങനെ ഇത്തവണ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹം ആ പുസ്തകത്തിൽ കണിച്ചിട്ട് അച്ചടിച്ച് വെച്ച് ഇരിക്കുകയാണ്. ഇതിലേറെ ഒരു ഇന്ത്യമുള്ള അറിയപ്പെടുന്ന ഒരു പ്രസാദനെ ഓർപ്പിക്കാനുള്ള എഴുത്തുകാരന് സാധിക്കുകയില്ല. എന്നിട്ടും അദ്ദേഹത്തിനെ വിളിക്കുകയും ഇതുപോലെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എഴുതാൻ പ്രയാസമാണെങ്കിലും പറയാൻ പ്രയാസമില്ലെന്നുകൊണ്ട് അതിനുവേണ്ടി വിളിച്ചാൽ വന്നിരിക്കുകയാണ്. ഇതും ഒരു പ്രസാദനത്തിന്റെ കഴിവാണ്. ഇത്തരത്തിലൊക്കെ ചില ചില്ലറ പ്രയാസങ്ങളൊക്കെ എഴുത്തുകാർ കാണിക്കുമ്പോഴേക്ക് അപ്പോഴേക്കും പരിഹരിക്കാതെ മുറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രസാദന അധികാരം അദ്ദേഹത്തിന്റെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് DC ബുക്സിന്റെ വിജയത്തിന്റെ ഹേതുക്കൾ എന്ത് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇതൊക്കെയാണ് ഹേതുക്കൾ. താൻ ഏതൊരു കൃത്യമാണ് ഏറ്റെടുത്തത് അത് ഏറ്റവും സൂക്ഷ്മതയോടുകൂടെ നടത്തുമ്പോൾ അതിന് ഏറ്റവും അസാധാരണമായ സൗകര്യം കൈവരും. സൂക്ഷ്മത എന്നുള്ളത് ഇതിൻ്റെ ലഘുവായ കാര്യങ്ങൾ വിശദമായി ശ്രദ്ധിച്ച് ചെയ്യുക എന്നതാണ്. ഇന്ത്യൻ കലാശില്പങ്ങളുടെ വിജയം അതാണ്. പൊന്നാരത്തിലെ സൂര്യക്ഷേത്രം ഒക്കെ അതിൻ്റെ ഈ വലിയ പടമല്ല കലയുടെ രാജ്യം. അതിൻ്റെ ഏറ്റവും നിസ്സാരമായ ഒരു ചെറിയ കരികലിൻ്റെ ഒരു നീട്ടിയെടുത്ത ഒരു വളവ്. ആ വളവിൽ ഒരു കലാകാരൻ ഒരുപക്ഷെ 6 മാസം ചെലവഴിച്ചിരിക്കും അതിൻ്റെ നിർവഹണത്തിന്. ഇന്ത്യയിൽ ഇന്ന് ഒരു രംഗത്തും നടന്നില്ലാത്തതാണ്. തൻ്റെ കർമ്മത്തെ സാമാന്യമായി ചെയ്തു എന്ന് വരുത്തുകയല്ലാതെ ഈ ലഘുവായ സൂക്ഷ്മ കാര്യങ്ങളിൽ അതിശ്രദ്ധ ചെലുത്തുക എന്നത് നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിതചര്യയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് വനാരത്തിൻ്റെ സൂര്യക്ഷേത്രമോ താജ്മഹാളോ ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല. നമുക്കുണ്ടാക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഇന്നുണ്ടാക്കിയതിന് ശേഷം നാളെ തന്നെ പൊളിഞ്ഞു വീഴുന്ന പാലങ്ങളല്ലാതെ നമുക്ക് വേറൊന്നും ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല. അതാണ് ടെക്നോളജിയുടെ വിജയം. ഇന്നുണ്ടാക്കി ഉദ്ഘാടനം നടത്തുന്നതിന് മുമ്പ് താഴെ വീഴുക എന്നുള്ളത്. പിന്നെ വെള്ളമില്ലാത്ത പുഴയായതുകൊണ്ട് വീണാൽ വിശേഷിച്ചൊന്നും അപകടം പറ്റുകയില്ല, നദിക്ക് അപകടം പറ്റുകയില്ല എന്നത് സന്തോഷമാണ്. മറ്റേ കല നാം മറന്നു. ഒരു ജോലി സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം പരോക്ഷമായും അന്യാപദേശ രീതിയിലും പ്രസാദനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. കാരണം ഇതിന് വിപരീതമായ 1000 ഉദാഹരണങ്ങൾ എഴുത്തുകാരായി ഞങ്ങൾ പറയാനുണ്ട്. അത് വെച്ചുകൊണ്ട് പറയുകയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ഇത്തരം സംഗതികളിലൊക്കെ ഒരു സൂക്ഷ്മദർശിക്ക് ഉപയോഗിച്ചിട്ടുള്ള ശ്രദ്ധയാണ്.
ഒരു രാജ്യത്തെ നന്നാക്കുവാൻ അറിയുള്ളൂ. രാവിലെ 10 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്യേണ്ട ഓഫീസിൽ 9:50 എത്തുക എന്നുള്ളത് ജീവിതത്തിലെ ഒരു പുണ്യമായി കരുതേണ്ടതാണ്. അപ്പൊ എൻ്റെ തന്നെ അനുഭവം പറയാം. ഞാനൊരു പുസ്തകം ഒരാൾക്ക് കൊടുത്തിട്ട് ഒന്നാമത്തെ എഡിഷനിൽ വരാത്ത തെറ്റ് രണ്ടാമത്തെ എഡിഷനിൽ വരികയാണ്. ഞാനിത് സ്വപ്നത്തിൽ കണ്ടില്ല. അപ്പോൾ ഒരാൾ വന്ന് ഇന്ന പുസ്തകത്തിന്റെ കർത്താവ് ഈ പുസ്തകത്തിൽ ഇത് അച്ചടിച്ചിട്ടുണ്ടല്ലോ, അതെങ്ങനെ സംഭവിച്ചത്? ഞാൻ പറഞ്ഞത് എന്നേക്കാൾ വിവരമുള്ളവരാണ് കമ്പോസ് ചെയ്യുന്നത്, പ്രൂഫ് തിരുത്തുന്ന ആളുകൾ. അവരുടെ പുസ്തകത്തിന്റെ പേര് അടുത്ത എഡിഷനിൽ അടിക്കൊണ്ടെന്ന് മാറ്റിയിട്ട് ഇവരുടെ ചേർക്കാൻ പോവുകയാണ്. ഓട്ടെ, എവാർഡിന്റെ അവർക്ക് കിട്ടട്ടെ. ആയിരിക്കുകയാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ ഈ ബഷീറും മറ്റും ശ്രമിച്ചിട്ട് എൻ്റെ 4 ഉപന്യാസ സമാഹാരങ്ങൾ DC പ്രസിദ്ധീകരിച്ചിരുന്നു. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു പ്രസാദനം. ഈ 4 എൻ്റെ പടം ലോകത്തിലെ സമ്മാനാർഹങ്ങളായ പടങ്ങളിൽ എത്തിപ്പെടുമെന്ന് കരുതിയിട്ടില്ലല്ലോ. ആരെ കൊണ്ടാണ് നശിപ്പിച്ചത് നടന്നത്? ഞാനും കൂടെ നിന്നപ്പോൾ 5 പടമുള്ളത് പോലെ സത്യമായി. അതാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സൗന്ദര്യം അനുഭവിച്ച അന്നത്തെ സമയം അതാണ് അനർഥ നിമിഷം. ഇതിനൊക്കെ ഒരു കലാകാരന്റെ അതിനുള്ള സംതൃപ്തിയാണ് സംതൃപ്തി. നമ്മളിന്ന് സംതൃപ്തിക്ക് വേണ്ടി തെരുവുകളിലൂടെ ഓടുകയും ഇരുട്ടിൽ ചെന്ന് ഏതോ ഖനികളിൽ ആ പാപത്തിന്റെ രത്നങ്ങൾ കുടിക്കുന്നതിനെ ശ്രമിക്കുകയും മുറ്റം മുഴുവൻ പുല്ലും കളയും മുള്ളും പിടിച്ചു നിൽക്കുമ്പോൾ നമ്മൾക്കില്ലാത്ത സമ്പാദ്യം കാണിക്കാനായിട്ട് മനുഷ്യൻ കയറാത്ത നാടുകളിലെ ഇരുണ്ട ഗുഹകളിൽ നമ്മുടെ ഈ വലിയ ആസാദങ്ങൾ മണികർമ്മങ്ങൾ നിർമ്മിക്കുന്നു. അങ്ങനെ സ്വന്തം വീട്ടിൽ കയറണമെങ്കിൽ അർദ്ധരാത്രി 12 മണിക്കല്ലാതെ കയറാൻ സാധ്യമല്ല എന്നുള്ള വിധത്തിൽ ശമിക്കപ്പെട്ട ഒരു ജനത ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇതൊരു പ്രസാദത്തിന്റെ കാര്യം മാത്രമല്ല, ഒരു രാഷ്ട്രത്തിന്റെ ജീവിത ശൈലി മാറിപ്പോകുന്ന സമയത്ത് മാറിപ്പോകാത്ത ചില കഥാഭിയാനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് തെളിയിക്കുകയാണ്. ഏത് ബിസിനസ്സായാലും ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ DC ബുക്സും അപ്രസക്തമാകുകയും നമ്മുടെ വാക്കുകൾ വേദനയുടെ ഏതോ ഓരങ്ങളിലൂടെ പോയി നമ്മൾ തന്നെ വൃത്തികേടാക്കിയ ഒരു ജീവിതത്തിൽ സമീപിക്കുവാൻ നമ്മൾ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇവിടെയാണ് അത് എവിടെ നിന്നാണ് അധ്യാപകനാകുമ്പോൾ മറ്റൊരു രീതിയിൽ, പക്ഷേ ശൈലിയിലായിരിക്കും. ഒരു കുട്ടി കോമ്പോസിഷൻ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒപ്പിടാനുള്ള കോളാമ്പിയല്ല നിങ്ങളുടെ കോമ്പോസിഷൻ എന്നും ഇവയെ മറിച്ച് അത് കുട്ടി പരിഹരിക്കുന്ന തെറ്റുകൾ തിരുത്തി അവന്റെ ജീവിതത്തെ അല്പമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ഉപകരണമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്നവർ ഈ രാജ്യത്തിൽ. അതാണ് വെറുതെ അല്ല. എവിടെ പോയി കളിയിൽ പോലും നമ്മൾ 5-ാമൻ 6-ാമൻ പിന്നെ 7-ാമനുള്ളത് കൊണ്ട് 6-ാമൻ ഭേദം എന്ന നിലയ്ക്ക് ഭേദമായി വരികയാണ്. അതാണ് നമ്മുടെ കളി. ഞാൻ പണ്ടേ പറയാറുള്ളത് പോലെ ഇവിടുത്തെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഒളിമ്പിക്സിലായിരുന്ന ടീമിൽ ബഷീർ ഞാൻ വ്യത്യാസമായി അയച്ചാലും ഇന്ന് തിരിച്ചു വരുന്നത് വേറെ നാണക്കേടോടുകൂടെ തിരിച്ചു വരേണ്ട വേണ്ടിയില്ല എന്നുള്ളത് സത്യമാണ്. അതാണ് ഇന്നത്തെ രാജ്യത്തിന്റെ സ്ഥിതി. രാജ്യത്തിന് സൂക്ഷ്മമായ സംഗതികൾ നാം ശ്രദ്ധിക്കാത്തവരാണ്. അവര് അങ്ങനെയാണ്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ ഒരു ദേശീയൂട്ടി കാണിച്ച് എഴുതിയാൽ അവരുടെ ഡയറക്ടർമാരുടെ അപ്പുറത്തെ ഡയറക്ടർമാർ ക്ഷമാപണ സമ്മേളനം നിങ്ങൾക്ക് മറുപടി അയക്കുകയും അവരുടെ സമ്മാനം നിങ്ങളെ നിർബന്ധമായി സ്വീകരിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൽ കേരളത്തിലെ ഒരു പ്രധാനമന്ത്രി ഒരു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വത്ത് വിൽക്കേണ്ടി വരും സമ്മാനം കൊടുക്കാൻ തുടങ്ങി. അതാണ് ഇവിടുത്തെ പ്രസാദനത്തിന്റെ ശരി. അതിനുശേഷം ഈ കേരളത്തിലെ പ്രധാന എഴുത്തുകാരന്റെ രക്തം കുടിച്ചു വളരുന്നു എന്നൊരു രീതി ഒരു കാലം ഉണ്ടായിരുന്നു. അത്ര അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് എഴുത്തുകാർ തന്നെ ഇവിടെ പ്രസാദന കയറി നാഷണൽ ബുക്ക് സ്റ്റാൾ എന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കിയത്. അങ്ങനെ നാഷണൽ ബുക്ക് സ്റ്റാൾ ഉണ്ടാക്കി
നാഷണൽ ബുക്ക് സ്റ്റാൾ ഉണ്ടാക്കി രാജ്യത്ത് കുറ്റം പറയുകയല്ല, അനുഭവങ്ങൾ പറയുക. ഈ രാജ്യത്ത് അനുഭവങ്ങൾ പറയുമ്പോൾ കുറ്റം പറച്ചിലായി മാറിപ്പോകും. അത്തരത്തിൽ ശമിക്കപ്പെട്ട ഒരു രാജ്യമായിരിക്കും നമ്മുടെ രാജ്യം. ഇപ്പോൾ എഴുത്തുകാരന് കിട്ടേണ്ടത്, എഴുത്തുകാരന് ഒരു പ്രസാധനത്തിൽ നിന്ന് 1.5 ലക്ഷവും 2.5 ലക്ഷവും രൂപ കിട്ടണമെന്ന് പറയുമ്പോൾ ആരെ ചോര കുടിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഇതിനാണെങ്കിൽ എഴുത്തുകാരനെ ചോര കുടിക്കുന്നത് എന്നുള്ളതായിരിക്കും അതിന്റെ നീതീകരണം. കുറ്റമായി പറയുകയല്ല, അവിടെ എത്തിയിരിക്കും നമ്മൾ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടേതായ ഭരണകൂടമെന്ന് പറഞ്ഞ് ജനങ്ങൾ ഒഴികെയുള്ളതിനെ സേവനം ചെയ്യുന്ന ഒരിടത്ത് ഭരണകൂടം എത്തുന്നുണ്ടല്ലോ. അതാണ് നമ്മൾ ഒരു പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയിലൂടെ പോയി അപ്രഖ്യാപിതമായ ശ്മശാന ഭൂമികളിൽ എത്തിച്ചേരുക എന്നൊരു നയമുണ്ട് ഇന്ത്യക്ക്. ആ നയത്തിലൂടെയാണ് നാം പറയുന്നത്. പ്രഖ്യാപിതമായ സ്വർഗമാർഗത്തിലൂടെ പോയി അപ്രഖ്യാപിതമായ ശ്മശാന ഭൂമികളിൽ നാം എത്തിച്ചേരും. നാം എല്ലാം ഈ സംഘടനയിലുള്ളവരാണ്. അതിന്റെ പ്രവർത്തകർ ഓർമ്മിക്കേണ്ടതാണ്. സ്വർഗത്തിന്റെ പാതയിലൂടെ പോയി ഇവിടെ ഈ ചിതാഭൂമിയിൽ എത്തിച്ചേരാൻ പാടുണ്ട് എന്നാലോചിച്ച് നോക്കേണ്ടതാണ്. അവിടെയാണ് DC-യിലേക്ക് വീണ്ടും വരുന്നത്. ഇവിടെ എന്തുകൊണ്ട് ഭാവി ബഷീറും അന്വേഷും കുട്ടികളും ഒക്കെ വന്നു? ഒരു പ്രസാദവും എഴുത്തുകാരനും തമ്മിലുള്ള ഇന്ത്യയിൽ ഒരുപക്ഷെ എവിടെയും ഉണ്ടായിട്ടില്ലാത്ത ആത്മീയമായ സ്നേഹം പറയുന്ന ഒരു കുടുംബ ബന്ധത്തിന്റെ കഥയാണ് ഈ ചിത്രം. അതൊരു പ്രസാദ ഗ്രന്ഥകാര ബന്ധത്തിന്റെ അടിയിലുള്ള ക്യാഷ് ബന്ധമല്ല, ക്യാഷ് നെക്സസ് എന്നതല്ല. ഒരു എഴുത്തുകാരനെ കിട്ടിയാൽ അവന്റെ ചോര കുടിക്കുക എന്നുള്ളതല്ല, അവനെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് വന്നത്. രക്ഷാകർത്താവാണ്. അത് അദ്ദേഹം മറന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ അടുത്ത തലമുറയിൽ മറക്കുകയില്ലെന്ന് കുട്ടികളുടെ തീരുമാനത്തിൽ നിന്ന് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു വലിയ കാര്യമാണ്. ഇവിടെ രക്ഷയുണ്ട് എന്ന് എഴുത്തുകാരന് തോന്നുന്നു. എന്തു പറഞ്ഞാലും ശരി, ഒരു എഴുത്തുകാരന്റെ എഴുത്ത് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ലോകം മുഴുവൻ കുറ്റം പറഞ്ഞാലും അത് പ്രിയപ്പെട്ടതാണ്. കാരണം അത് തെറ്റായാലും എഴുതുമ്പോൾ അവനവന്റെ തെറ്റാണ്. അത് പുറത്തു വരുന്ന സമയത്ത് അതിലൊരു അസാധാരണമായ വേദനയുടെ ആത്മാഭാവമുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അത് പ്രസിദ്ധീകരിച്ച ആ മാറ്റം കാണേണ്ടതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു കിരാവൻ പുസ്തകം, ഒരു കവിത എഴുതിയപ്പോൾ പ്രപഞ്ചശക്തിയാണ് അവിടെ വരുന്നത്. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുക. ബ്രഹ്മാവ് വിധാതാവാണ്. അതാണ് മറ്റൊരു പര്യായം. ഞാനൊക്കെ മലയാളം പഠിക്കാന്ന് പറഞ്ഞാൽ 12 പര്യായവും കൂടെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളർന്നവരാണ്. അതുകൊണ്ട് പര്യായങ്ങൾ ധാരാളമായി. ധാതാവാണ്. ധാതാവ് സൃഷ്ടികർത്താവും രക്ഷകനുമാണ്. അപ്പോ എഴുത്തുകാരന്റെ, സാഹിത്യകാരന്റെ രക്ഷകൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് രക്ഷകൻ പറയുന്നു, അല്ലയോ തന്നെ അന്നൊരു പക്ഷേ മരിച്ചേക്കാം, പക്ഷേ ഈ രാജ്യത്ത് ഈ പർവ്വതവും അതിൽ ഒഴുകുന്ന നദികളുമില്ല അതുള്ള കാലം വരെ. അത് പറഞ്ഞത് 20-ാം നൂറ്റാണ്ട് അപ്പുറത്ത് പോകില്ല എന്ന് കാണിക്കുകയാണ്. കാരണം പർവ്വതവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ നദികൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പർവ്വതത്തെ ശൈലിയിലും ഈ നദിയെ ഇവിടെ അണക്കെട്ട് കേട്ട് അണക്ക് 8,000 9,000 എല്ലാവരും ഞാൻ വിചാരിക്കുകയാണ്. അതാണ് ഈ രക്ഷിതാവ്. ആ രക്ഷിതാവിന്റെ സ്ഥാനമാണ് എഴുത്തുകാരൻ. അവതരിപ്പിച്ചത് എന്റെ പുസ്തകം എടുപ്പിക്കാനില്ല. ഞാൻ ഈ പറയുന്നത് എടുത്തു കഴിഞ്ഞിട്ട് കൊടുക്കാത്തതിൽ അധമനാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെയാണ് ഈ പ്രസാധനത്തിലുള്ള ഈ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ മറ്റൊരു രീതിയിൽ നശിക്കുന്നു എന്നുള്ള ഒരു വ്യാപ്തി, ഈ ഒരു നാശത്തിന്റെ വ്യാപ്തി നാം കാണേണ്ടതാണ്. ഇവിടെ ഒരു ഭൂമിന്, രാജാവിന്റെ ആരാമത്തിലെ ഒരു ഭൂമിന് ഇവിടെ പുഴുക്കടി വരുമ്പോൾ കൊട്ടാരത്തിൽ പുഴുക്കടിയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ ആരാമം മുഴുവൻ നശിച്ചാലും കൊട്ടാരങ്ങൾ ഇവിടെ ഉയർത്തുന്ന ആളുകൾ ഇതാ ഈ ഉൾക്കടിയില്ലാത്ത ഭൂമിനെ അനുമോദിക്കുന്നതിന്റെ പുറകിലുള്ള
ദുഃഖമടങ്ങിയിരിക്കുന്ന ഈ ആഹ്ലാദം അവർക്ക് മനസ്സിലാവുന്നതിനെ കുറിച്ചായിരുന്നു. ഇനി ഒരു സംഗതി കൂടെ ബഷീറിനെ കുറിച്ച് കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഉദ്ഘാടനം സംസാരിക്കില്ല. ബഷീർ എന്നുള്ള മനുഷ്യൻ നമ്മുടെ ഇടയിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടെ വന്നയാളാണ്. ബഷീറിനെ പറ്റി ഓർമ്മിക്കുമ്പോഴെല്ലാം പുതുത് തോർമ്മ വരും. കാരണം അദ്ദേഹം അപൂർവതയുടെ ചക്രവർത്തിയായി കലാവസായി. അപൂർവതയാണ് കലയെന്നുള്ളത്. അദ്ദേഹം അപൂർവതയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോഴുള്ള ഈ അപൂർവ സ്മൃതികൾ, അപൂർവ ഭാവനകൾ മനസ്സിൽ വരും. തുടർച്ചയായിട്ടൊരു കഥയുണ്ട്. അതിലെ ഹിമഭൂമിയുടെ അറ്റത്ത് ഒരു ചെരുപ്പ് കുത്തിയുടെ കട. ആ ചെരുപ്പ് കുത്തി ആളുകൾ വാങ്ങാതെ അവസാനം പട്ടിണി കിടക്കുന്ന സ്ഥിതി. ഒരു ദിവസം രാവിലെ ഡിസംബറിലെ കൊടുമഞ്ഞു വാതിൽ തുറന്ന് നോക്കുമ്പോൾ വാതിൽ നഗ്നനായ ഒരു രൂപ. അവനടുത്ത് ശീതോപചാരം ഉഷ്ണോപചാരമൊക്കെ ചെയ്ത് അവൻ ഈ തൊഴിൽ അറിയുന്നുണ്ട്. അവൻ ചെരുപ്പ് കുത്തി ഒരാഴ്ച കഴിയുമ്പോഴേക്ക് റഷ്യയിലെ ഹിമഭൂമികളിൽ മുഴുവനും ഇവന്റെ ഈ പാദരക്ഷാ നിർമ്മാണ കലാകൗശലത്തിന്റെ പ്രസക്തി അവിടെ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അവിടെയാണ് സയൻസ് മുഴുവൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ അവിടെ നിന്ന് ചെരുപ്പുണ്ടാക്കുവാൻ വിമാനത്തിൽ പോകും. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. എവിടെ നിന്ന് വന്നു, എവിടെ നിന്ന് പോയി അറിയാൻ ഈ കെയിം ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ദിവസം അവനെ കാണാറ്. ബഷീറിനെത്തിയപ്പോഴാണ് തോന്നിയത്. കാരണം ഇവിടെ വന്ന എഴുത്തുകാരുടെ ഇടയിൽ അദ്ദേഹം ഒരു വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം ഓണിപ്പടിയിൽ അവതരിച്ച നഗ്നനായിരുന്നു. ടോൾസ്റ്റോയുടെ നഗ്നനായിരുന്നു. പിന്നെ ആളുകളൊക്കെ നിർബന്ധിച്ചിട്ട് അദ്ദേഹം ഒരു ചെറിയ വസ്ത്രം ധരിച്ചതായിരുന്നു. അദ്ദേഹം അധികം വസ്ത്രം ധരിച്ചില്ല. അദ്ദേഹത്തിന്റെ ഈ നഗ്നതയോടുള്ള ആ നഗ്നതയുടെ വിശുദ്ധിയുണ്ട്. അത് അദ്ദേഹത്തിന്റെ കൂടുതൽ അത് ആ ലാളിത്യത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ രചനയുടെ അപൂർവത കൊണ്ടാണ് ഞാനതൊരു നീതീകരണം പറയുകയില്ല. ഇദ്ദേഹത്തിന്റെ കൃതികൾ ആരിൽ നിന്നോ അപഹരിച്ചതാണ് എന്നൊരു അപവാദം പറഞ്ഞോന്ന് എനിക്ക് കിട്ടുന്നു. പക്ഷെ അതിന്റെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഈ സൗകര്യം കിട്ടുന്നെങ്കിൽ തിരുത്തിയേക്കും. അതുകൊണ്ട് നമുക്ക് അത്ര വിശ്വസിക്കാമോ എന്നുള്ളത് തിരുത്തൽ വാദികളുടെ രാജ്യമാണ് നമ്മൾ. പിന്നെ എങ്ങനെ ഈ തിരുത്തൽ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുന്ന കർമ്മത്തിനാണ് തിരുത്തൽ എന്നുള്ള പേര്. അപ്പൊ അദ്ദേഹം ഇവിടെ ഈ അപകരിച്ചു എന്ന് പറഞ്ഞില്ല. അവൻ അപകരിച്ചു എന്ന് പറയാൻ കാരണം ഇത് ഇവിടെ എഴുതിയതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ അതിനു മുമ്പ് എഴുതപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തത കേരളത്തിൽ ഈ രചനയുടെ മണ്ഡലത്തിൽ വരാൻ നിർത്തിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാലും നോക്കിയിട്ടായിരിക്കും എന്നൊരു അനുമാനമാണ്. അല്ലാതെ ഒരു നിഗമനമല്ല, അതൊരു അനുമാനമാണ്. അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അത് അപൂർവതയാണ്. കാരണം അദ്ദേഹത്തിന്റെ കഥാപാത്രമില്ലായിരിക്കും എല്ലാം. ഇത് സായി കഥാമേനായി പറയുകയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതിൽ മോഷിക്കപ്പെട്ടതല്ല എന്നുള്ളത്. ഇത് സാക്ഷാൽ മാത്തുമ്മയാണ്. ആട് മാത്രം നോക്കില്ല. ഇതാണ് സുന്ദരിയായ അജകുമാരി. അങ്ങനെ ഒരു ശില്പത്തിൽ നമ്മളൊക്കെ വല്ലപ്പോഴും ഇംഗ്ലീഷൊക്കെ വായിക്കുന്നവരാണ്. ഞങ്ങളൊന്നും ദൃഷ്ടിപ്പെട്ടിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ നോട്ടമെന്താണ് എപ്പോഴും തന്റെ ചുറ്റുപാടുള്ളത്. ഞാൻ യൂണിവേഴ്സിറ്റിയിലുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ അപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റി ആഫീസിലാണ്. അപ്പൊ പുള്ളി അവിടെ മുമ്പിൽ ഇരിക്കുകയാണ്. 3 മണിക്കൂറോടെ ഇരിക്കും. ഞാൻ ചോദിച്ചു നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്യാൻ പാടും. അപ്പൊ പറഞ്ഞാൽ മുമ്പിൽ ഒരുപാട് പക്ഷികളും അണ്ണാരക്കണ്ണനൊക്കെ വന്നിട്ട് ഇങ്ങനെ. അപ്പൊ 2 മാവ് ഒട്ടും അപ്പുറത്തുണ്ട് നീലം. അതൊക്കെ നന്ദിയില്ല. അവരെ മുഴുവൻ നോക്കി അവരൊക്കെ വളരെയാണ്
ഞാനവരെ 5-6 കൊല്ലമായി താമസിക്കുന്നു. പക്ഷേ എന്റെ ജോലി മനസ്സിലാക്കിയിട്ട് യൂണിവേഴ്സിറ്റി പ്രൊഫസർ കോഴിക്കോട് സർവകലാശാലയിലാണ് എന്ന് മനസ്സിലാക്കിയിട്ടോ ഞാനൊരു ആഹാരം ഈ പക്ഷിയെ കണ്ടിട്ടില്ല. 2 മരമേ കണ്ടിട്ടുണ്ട്. ബഷീർ വരെ ഇവരെല്ലാം വന്നിരിക്കുന്നു. അതാണ് ഹിമഭൂമിയിൽ അർദ്ധരാത്രി ദൈവം കൊണ്ടിട്ട ദൈവദൂതനാണ് വന്നത്. അപ്പൊ അവരെല്ലാം അടുത്ത് വരികയാണ്. ഇദ്ദേഹം നമ്മൾ ഈ എഴുത്തുകാരെന്നൊക്കെ പറയുന്നത് നമ്മുടെ ശൈലി ഉപയോഗിച്ച് പറയുകയാണ്. ഇവിടെ എല്ലാ വിഭജന രേഖകൾക്കും അപ്പുറത്ത് ചെന്ന് തന്റെ സൂര്യനെ അവിടെ തന്റെ പ്രതിഭയിൽ വെച്ചിട്ട് പ്രകാശിച്ചു. അദ്ദേഹം വന്നപ്പോൾ അനർഭനിമിഷമായി മലയാള സാഹിത്യം. അതിനുശേഷം ഇവിടുത്തെ പത്രപ്രവർത്തകർ വരെ ഇതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാകാതെയോ ഏതായാലും ഇത് മംഗളമുഹൂർത്തങ്ങളിൽ ഉപയോഗിച്ചാലും മനോഹരമാണെന്നതിലേക്ക് അനർഭനിമിഷം നിരന്തരമായി ഉപയോഗിച്ചു. അത്തരത്തിലൊരു വാക്കായിരുന്നു 1944 മലയാള സാഹിത്യത്തിൽ ആശാന്റെയും വള്ളത്തോളിന്റെയും ഉള്ളൂരിന്റെയും കാലഘട്ടത്തിന് ശേഷം പദ്യത്തെ വിട്ട് മലയാള സരസ്വം ഗദ്യത്തിലേക്ക് തന്റെ വലത്തുകാൽ നീക്കി ചിലന്തുകൾ ശബ്ദിച്ച് ഇവിടെ സുന്ദര നടനമാടിയപ്പോൾ അതിൽ നിന്നും ഇവിടെ ഏറ്റവും മനോഹരമായി ആ രംഗത്ത് വികസിച്ച കലാകാരന്മാരാണ് ഈ പറഞ്ഞ വ്യക്തികളെല്ലാം. ഇദ്ദേഹത്തിന്റെ കൂടെ വന്നവരല്ല. അത് നാമതോടുകൂടെയാണ് വരുന്നത്. അതാണ് അനർഭനിമിഷം മലയാള സാഹിത്യത്തിലെ 2ാമത്തെ അനർഭ ദശകം എന്ന് നമുക്ക് പറയാവുന്ന കാലഘട്ടം. അപ്പോഴാണ് അദ്ദേഹം ഈ ബാല്യകാലത്ത് 50 കൊല്ലമാണ്. അതിനു മുമ്പാണ് ഇതെല്ലാം വരുന്നത്. ഒരൊറ്റ മനുഷ്യൻ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഇല്ല. അന്ന് കേരളത്തിൽ പഠിക്കാൻ പോയില്ല. എന്തൊരു സുന്ദരമായ കാലത്ത് ആ കാലത്ത് ആരോടും ജാതി ചോദിക്കരുതെന്ന് പറഞ്ഞതുപോലെ ആരോടും ഡിഗ്രി ചോദിക്കാത്ത കാലം. ആർക്കും ഡിഗ്രിയില്ല ആ കാലം. കാരണം അവരിന്ന് ഡിഗ്രിയുള്ള ഇവരുടെ കൃതികൾ വായിച്ച് മനസ്സിലാക്കാതെ എഴുതിയിട്ട് ഡോക്ടറേറ്റ് കൊണ്ട് നടന്നിട്ട് ജോലി സമ്പാദിക്കുന്നു. ഇതാണ് ഒരു സന്യാസി വരും. ആ സന്യാസിയെ പറഞ്ഞു. സന്യാസിയെ പറ്റി പറയും ഇവിടുത്തെ പർവ്വതവും നദികളും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു പേര്. ഞാനും അങ്ങനെയായിരുന്നു. ഇങ്ങനെ ഞാനും ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ 2 പേരും ഒന്നാകും. അവിടെ അദ്ദേഹം പറയും അനല്ല അഹംബ്രഹ്മാസ്മി ഇങ്ങോട്ട് പറയട്ടെ. അത്ഭുതകരമാണ് അദ്ദേഹം അഹംബ്രഹ്മാസ്മി എന്ന് സത്യത്തിൽ ഞാൻ ഈ വാചകോപമുണ്ടായിരുന്നെങ്കിൽ തത്വത്തിൽ ഞാനത് പണ്ടാട് പറഞ്ഞതുപോലെ കൊട്ടയിൽ ചെയ്ത് പക്ഷേ ഇംഗ്ലീഷിലെ ഹിന്ദി 4 അക്ഷരം കൂടെ ചേർത്താലേ അത് ഈ ഉത്തരേന്ത്യൻ ഭരണ ഇംഗ്ലീഷാവുകയും കണ്ടീഷനിലുള്ളത് കണ്ടീഷനായി ആക്കിയിട്ടാണ് ഒരു പാർലമെന്റിൽ ഭൂരിപക്ഷം നേടുന്നത്. ഒറ്റ പ്രയോഗം. അതുപോലെ ഇങ്ങനെ വളർന്നു വരികയായിരുന്നു. വിശ്വപ്രകടനം എന്നുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ വാക്കിനപ്പുറത്ത് പ്രസംഗിക്കുന്ന ഏതോ ഒരു മധുര കുഴമ്പായിട്ട് ജീവിതത്തിൽ അനുഭവപ്പെടണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ചെല്ലേണ്ടതാണ്. അദ്ദേഹം മിണ്ടാതിരുന്നാലും അത് ശബ്ദമാണ്, മീണ്ടിയാലും ശബ്ദമാണ്. അത്തരത്തിലുള്ള ഒരു സിദ്ധനായി അദ്ദേഹത്തിന്റെ സ്മൃതി, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സാന്നിധ്യം കൊണ്ട് പവിത്രമാക്കപ്പെട്ട ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ രക്ഷകൻ എന്ന് പറയാവുന്ന വിധത്തിൽ അദ്ദേഹത്തിനോട് തന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നതിലേറെ തന്റെ കുടുംബാംഗങ്ങളിൽ പോലും ആരെ സ്നേഹിച്ചുവോ ആ ഒരു വ്യക്തിയുടെ ഓർമ്മയിൽ ഈ 20-ാം വർഷം കൊണ്ടാടുവാൻ ജീവിക്ക് സാധിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യതയുടെ സാഫല്യമാണെന്ന് തോന്നുന്നു. അത് പ്രസ്താവിച്ചുകൊണ്ട് എന്നോട് ഈ വാക്കുകൾ പറഞ്ഞതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ വിരോധം കൂടിയിട്ടുണ്ടാവുകയില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്.
വിശേഷങ്ങളും ഇന്ന് വലിയ ഒരു സമ്മേളനമാണ്. അതിൽ മുഖ്യാതിഥികൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ പരമ്പര പറയാൻ ജനീയതയുടെ സുഖമാണ് പറയാം. പക്ഷെ അതല്ല, മുഖ്യാതിഥികൾ ബഷീറിന്റെ സഹോദരി, ഭാര്യയും സഹോദരി, മക്കളും മറ്റും അത്ര മികച്ച അതിഥികൾ സന്നിഹിതരായിട്ടുള്ള ജീവിതത്തിൽ ബഷീറിന്റെ സാഹിത്യ കൃതികളെ കുറിച്ച് അവലോകനം ചെയ്യുന്നതിനാണ് നാം കൂടിയിരിക്കുന്നത്. നമുക്ക് ഏകദേശ രൂപത്തിലെങ്കിലും സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വിശദീകരിക്കുന്നതിന് സാമാന്യമായ ചില പശ്ചാത്തലം ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലൊന്ന്, നമ്മുടെ ശ്രീ സുകുമാരൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹം വന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. 44, 50, 94, 44 ബാല്യകാലസഖി പ്രസിദ്ധീകരിക്കുന്നു. ബാല്യകാലസഖി പ്രസിദ്ധീകരിക്കുന്ന 40കൾ മലയാള ഗദ്യ സാഹിത്യത്തിൻ്റെ രണ്ടാം സുവർണ്ണ ദിശയാണ്. നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടം, 20ാം നൂറ്റാണ്ടിന് പ്രാരംഭം, അതോടെ അവസാനം. പിന്നീട് സർഗാത്മകമായ ഉണർവുകൾ, ഒരു സൂര്യോദയം സംഭവിക്കുന്നത് 40കളിലാണ്. അതിന് വഴിവെച്ചിട്ടുള്ള പലരുണ്ട്. മനോഹരമായ ഗദ്യം വീട്ടിൽ വഴിവെപ്പാണ് രംഗം ചെറുതരങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥാകഥനപരമായ ചില ചെറിയ സാഹിത്യ രചനകൾ, അത് മനോഹരമായ ഗദ്യമാണ്. മറ്റുള്ളവർക്കറിയാം, ഗദ്യം മനോഹരമാകുന്നത് അതിൻ്റെ ഗദ്യമാകുമ്പോഴാണ്. ആ ഗദ്യം നമ്മൾ അനുഭവിക്കും, കണ്ണുകൊണ്ട് കാണും, ചെവികൊണ്ട് കേൾക്കും, സ്പർശിക്കും, പലതരത്തിലുള്ള ലിംഗിക്കും നമ്മുടെ പ്രത്യേകതകളിലൂടെ അനുഭവിക്കുന്നതാണ് ഗദ്യത്തിൻ്റെ മനോഹാരിത. ആ മനോഹാരിത ഗദ്യശൈലി വീട്ടിൽ പദ്ധതിയേക്കാൾ അതിമനോഹരമായി ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലം ഈ പതുക്കെ ഉണർന്നു വരുന്ന ഘട്ടത്തിലാണ് ഒരു സംഘം എഴുതുകാർ വരുന്നത്. സംഘം എന്ന് തന്നെ പറയാം. ഞാൻ വിധി പറഞ്ഞു 1500 എത്രയോ എഴുതുകാരെ തന്നെ അറിയില്ല, വളരെ കൂടുതലായിട്ട് പറയും. അതിൽ 942 കോളേജിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ്. കൃത്യമായ തീയതി അറിയില്ല. അതായത് 42 ഏകദേശം വെച്ചിട്ട് കേശവദേവ 2 കൊല്ലം മുമ്പ് കേശവദേവ അതിനു മുമ്പ് ഒരു ചെറുകഥ എഴുതി. ഇതിലെ പ്രൈമറി സ്കൂളിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ദേവിക കഥകൾ എന്ന് പറഞ്ഞ് 25 പൈസയ്ക്ക് കിട്ടുമായി. അത് വാങ്ങിച്ച് വായിക്കുന്നത് അന്ന് സാക്ഷരത കുറവായിരുന്നു. നമുക്ക് കുറച്ചുപേർക്ക് എഴുതാനും വായിക്കാനും അറിയും. പലപ്പോഴും ഈ റിക്ഷ പഠിക്കുക നിങ്ങൾ കാണാത്തൊരു പദമാണ്. റിക്ഷ വലിച്ചുകൊണ്ട് ആളുകളെ തിരിച്ച് വലിച്ചുകൊണ്ട് പോയി അതിൻ്റെ കൂലി വാങ്ങിച്ചിരിക്കുന്നവർ. റിക്ഷാണിക്കാരാണ് ഇതിനകത്തെ കഥാനായകൻ. ബാപ്പു വളരെ പ്രസിദ്ധനായ കഥാനായകൻ. ആ കേശവദേവന്റെ കഥകൾ റിക്ഷക്കാര് കൂലികളും കാര്യങ്ങളും വായിപ്പിച്ചു കേട്ട് ലഭിക്കുന്നത് ഞാൻ കഴിയുന്നു. അതിൻ്റെ സാഹിത്യത്തിൻ്റെ ജനകീയ സ്വഭാവം അന്നാണ് ശരിക്കും നമുക്കറിയാൻ കഴിയും. മറ്റത് ഒരു പരിമിതമായ പുസ്തകത്തിൽ മാത്രം സാഹിത്യ ആസ്വാദനം ഒതുങ്ങിയിരുന്ന അതിൽ നിന്ന് ഭിന്നമായി ആളുകൾക്ക് എന്തോ പുതിയ ഒരു അഭിനിവേശം സാഹിത്യത്തിൽ മാത്രമല്ല, സംഗീതത്തിൽ, കലകളിൽ ഒക്കെ തന്നെ ഒരു പുതിയ അഭിനിവേശം ഉണർന്ന ഘട്ടമായി തോന്നുന്നു. മനുഷ്യ സംസ്കാരത്തിന് ഭീഷണിയായി കാണുന്ന ഒരാളാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ ഇപ്പോൾ നല്ല കാര്യങ്ങളല്ല ചെയ്യാം. അക്കാലത്ത് ഈ പത്ര പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ തന്നെ ഗോപിനാഥൂരിയോ സഹോദരനോ കേസരിയോ നടത്തിയത് ഒരൊറ്റ ആളുടെ വ്യക്തിത്വമാണ്. ഇവർ നിങ്ങളുടെ കാശുണ്ടാക്കിയില്ല, ഇവർ ഈ കാശ് കൂടെ കളയരുത്. ജീവിതം തന്നെ കുരിശിലേക്ക് തങ്ങൾക്ക് അഭിമതമായ ആദർശങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇവരെ ഒരു മാധ്യമമായി ഉപയോഗിക്കണം ചെയ്തത്. അങ്ങനെയാണ് സമ്പ്രദായം മുഴുവൻ പോയിരിക്കുന്നത്.
നാടകಕ್ಕೆ പ്രാധാന്യമാണ്. അന്ന് ആ തെക്കുറിച്ച് അഭിനയിക്കുന്ന നാടകം പറഞ്ഞാലും അല്ലെങ്കിൽ കേരളം വാസവത്തിൽ അഭിനയിക്കുന്നു. വാസിക്കേരാജനും മുഖത്തിലറിയെ കൂട്ടി പെണ്ണിന്റെ വേഷം കിട്ടിയാണ്. കൂടെ വരുന്ന സ്ത്രീകളായ നടികളെ പോലും നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഇയാൾ നല്ല സ്ത്രീയായി മാറും. ആരെ നമ്മുടെ യേശുവിന് സെബാസ്റ്റ്യൻ കുഞ്ഞിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ യേശുദാസിന്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് അവിടെ ഒരു നാടകം എന്ന് പറഞ്ഞാൽ നടൻ തന്നെയാണ്. ഇന്നതില്ല ഞാൻ കാളിദാസ കലാകേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ KTVയുടെ നടീനന്മാരായാലും നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുടെ വ്യക്തിത്വവും ആ വ്യക്തിത്വവും അനുവാദങ്ങളിലേക്ക് സന്ദേശം പോലെ സങ്കല്പിക്കുന്ന സമ്പ്രദായവും ഉണ്ടായ ഘട്ടത്തിൽ അതിന്റെ ഭാഗമായി സാഹിത്യത്തിനും വലിയ ഉണർവുണ്ടാകും. അത് മലയാളത്തിന്റെ ചെറുകഥയാണ് അതിന്റെ ഏറ്റവും സമൃദ്ധമായ ഭാഗം. നോവലിസ്റ്റുകളായ പിന്നെ മാറുകൾ ചെയ്തത് ആ ചെറുകഥാകാരന്മാർ നമ്മൾ പലപ്പോഴും ഓർമ്മിക്കാത്ത വ്യക്തിയാണ്. അതിലെ അവന്യനായ ചെറുകഥാകൃത്താണ് അദ്ദേഹത്തിന്റെ ഔന്നത്യം ഇവരാണെങ്കിലും വലിയതല്ല. ഒരുപക്ഷെ ഏറ്റവും മികച്ച ചെറുകഥാകൃത്തായി ഭാവിയിൽ 6 തലമുറകൾ ശ്രമിക്കാൻ പോകുന്നതും കാലഘട്ടമാണെന്ന് വന്നുകൂടായിരിക്കും ഉറപ്പിച്ചു പറയാൻ സാധ്യം. എങ്കിലും എന്റെ സാഹിത്യാനുശീലന പരിചയപ്പെട്ടു ഞാൻ പറയുക ഇത്രമാത്രം മറ്റൊന്നിനോടും കടപ്പെടാതെ ബന്ധമില്ലാതെ മലയാളത്തിന്റെ പൈതൃകമുണ്ട്. ഒരുതരം വായ്മൊഴിയുടെ പൈതൃകമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പറയുകയാണ്. ആ വായ്മൊഴിയുടെ പൈതൃകവും അതേസമയം തന്നെ വരമൊഴിയുടെ ഇന്ത്യയുടെ സംവേദനക്ഷമതയിൽ സംയോജിപ്പിച്ചുകൊണ്ട് കഥയുടെ മറ്റു വ്യക്തിയോട് തോന്നുന്നു. കേശവദേവന്റെ കഥകൾ പറയാൻ പരാമർശം തുടങ്ങി. തകഴിയുടെ കഥകൾ കേശവദേവൻ വെറും കഥാധ്യാനമല്ല നിർവഹിക്കുന്നത് പറയാം. കേശവദേവൻ ഒരു മിഷനോട് പറഞ്ഞാണ് എനിക്കറിയാവുന്ന അനുവാദത്തെ പറയാൻ ഗൗരവമുള്ള ഒരു ഉപാധ്യായം എടുക്കുന്നു. ഇതിലൂടെ ഞാൻ ഇതിന്റെ ഉപകരണമാക്കി ഞാൻ അതിനുള്ള അർത്ഥം സംഘടിപ്പിക്കുന്നു. തകഴി കുറെ കൂടി മാനസികാരോഗ്യത്തിന്റെ ഫലമായി തഹസീൽദാരമായ കഥയില്ല നിസ്സാരമാണ്. തഹസീൽദാരുടെ മകനുണ്ട് അതിന്റെ കാര്യം ഈ ത്രികോണങ്ങളെ ഒരുക്കിയതുകൊണ്ട് തഹസീൽദാരനെയും മകനെയും മകന്റെ ഭാര്യയെയും മനോവൃത്തികൾക്ക് ഏറ്റുമുട്ടി അത് നിർമ്മിക്കുന്ന സങ്കീർണതയാണ്. തകഴിയുടെ കഥകൾ ഉണ്ടാക്കുന്ന ഇവരുടെ നാം പറയാൻ സാധിക്കും. കേശവദേവ് കുറെ കൂടി ഒരു പ്രവാചകന്റെ സ്വരത്തിലൂടെയാണ് കഥാകാരൻ നിർവഹിക്കുന്നത്. പൊന്നുതമർക്കി അതുപോലെ തന്നെ പൊന്നുതമർക്കിയുടെ അമർഷം പറഞ്ഞ മനസ്സിൽ കഴിഞ്ഞ പത്രത്തിൽ കൊടുക്കുന്നു. ഞാൻ മൂർഖൻകാപ്പാണ്, എനിക്ക് ഇലക്ഷൻ ചെയ്യുവാനും അവാർഡ് തന്നുകൊണ്ട് ചേരുന്ന അറിയില്ല. ഏതാണ് നല്ല വിഷയം നിലവരണമെന്ന പദമാണ് എന്നും മൂർഖൻകാമെന്നുള്ളത് അതിന്റെ അപകടകരമായ അർത്ഥത്തിൽ ഇരിക്കരുത്. മൂർഖൻകാമന്റെ നല്ല വശം അതാണ് രാമകൃഷ്ണ പരമഹംസന്റെ ഒരു കഥയിൽ പ്രധാന കഥാപാത്രം മൂർഖൻകാമാണ്. മൂർഖൻകാമം തടിക്കാതെ നിരുപദ്രവകരമായി ജീവിച്ചപ്പോൾ അവന്റെ ആളുകൾ തല്ലുകയും പതി അറിയുകയും ചെയ്തു. സന്യാസി ഗുരുവിന്റെ സന്യാസി ശിഷ്യനായപ്പോഴാണ് സംഭവിച്ചത്. സന്യാസി മടങ്ങുമെന്ന് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റുന്ന ശിഷ്യാണെന്ന് അങ്ങയുടെ ഉപദേശമാണ് എന്നെ ഇത്തരത്തിലാക്കിയത്. ആളുകളെ ഇതിന്റെ തനിക്കുകയും കൊല്ലുകയും ചെയ്യുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ സന്യാസി തന്റെ യഥാർത്ഥ രൂപത്തിൽ പറഞ്ഞു, നിനക്ക് വിഷപ്പറ്റ് തന്നിരിക്കുന്നത് ഉപയോഗിക്കാൻ തന്നെയാണ്. കണ്ടവനം വീട്ടിലിരുന്ന് ഞാൻ പറഞ്ഞതിനകത്തോ ചില സമയത്ത് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് ആ ഒരു അർത്ഥത്തിൽ ആണ് വർക്കി പെണ്ണുന്ന വർക്കിത്താങ്കളെ കണ്ടുപിടിക്കുന്നത്. അത് പറഞ്ഞത് വളരെ പരുഷമായ വളരെ പരുഷമായി തന്നെ ജീവിതത്തിന്റെ ഏറ്റവും പരുഷമായ യാഥാർത്ഥ്യങ്ങൾ. അതേസമയം തന്നെ അതിമനോഹരമായ ജീവിത മൂല്യാവിഷ്കരണവും ഒന്നിനൊക്കെ ശബ്ദിക്കുന്ന കലപ്പമല്ല ഒരു കഥ. ലോകസാഹിത്യത്തിൽ ശബ്ദിച്ച് കിടക്കണം മലയാളത്തിൽ. അതുപോലെ ഒരു കഥ അത് അചിന്തിതമാണ്. അതിനകത്ത് പ്രമേയവും ആവിഷ്കരണ സമ്പ്രദായവും മറ്റും പെട്ടെന്നുമാക്കി കേശവദേവ് തകഴി എസ്കേപ്പത്തേക്കാണ് ഒറ്റക്കാട്ടിന്റെ കഥ പറഞ്ഞു. പക്ഷേ ഇവരിങ്ങനെ ഒരു സംഘമായിട്ട് വരുന്ന ചെയ്യും. എല്ലാവരും ആരംഭിക്കുന്നത് ചെറുകഥാകാരന്മാരെന്ന നിലയിലാണ്. ദേവതയ്ക്ക് ആദ്യം വരെ ഉടനെത്തി തകഴി പരമാവധനെത്തി ബഷീർ വഴി ബഷീർ എന്നാൽ SK വഴി ബഷീർ വഴി ഇന്നലെ മനുഷ്യനെ പറയാത്തത് SK വഴിയിട്ടുള്ള നാടൻ പ്രേമം അതുപോലെ നല്ല പ്രേമം പറയാറുണ്ടല്ലോ. നാടൻ പ്രേമം നല്ല പേര് മലയാള അല്പത്തിന്റെ ഘട്ടത്തിൽ ആളുകൾ കാത്തിരിക്കുകയാണ് നാടൻ പ്രേമം വായിക്കുന്നതിന് വേണ്ടി. എന്ത് സംഭവിച്ചു? ആ ഗ്രാമീണ കാലിരിക്കും ഗ്രാമീണ കാവി എന്നറിയുന്നതിന് വേണ്ടി അത്ര വിദഗ്ധമായ ആഖ്യാന കാലികത്തോടുകൂടി കഥയിൽ പോവുക. പക്ഷേ ഇവരിൽ എല്ലാവരിലും
ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവരുടെ കമ്മിറ്റ്മെന്റ് അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ അവർക്ക് എന്തോ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വെറും കഥയെഴുതാതെ മാത്രമല്ല, ഇതിനപ്പുറം വിഭവങ്ങൾ ഇത് വളരെ ഗൗരവമുള്ളവരെ സാഹിത്യവുമാതിയായി ഞങ്ങൾക്ക് അംഗീകരിക്കും. ഈ ധാരണയോടുള്ള എപ്പോഴും വേണം, അത് വേണം. അതുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സൗന്ദര്യത്തോടൊപ്പം സാഹിത്യ ഗൗരവം കൂടി ഒരു സൃഷ്ടിക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കും. തർക്കമൊന്നുമുണ്ട്. കലയ്ക്ക് വേണ്ടിയാണ്, ജീവിതത്തിന് വേണ്ടിയാണ്. അതൊക്കെ ഞങ്ങൾ ക്രൂര ബന്ധുക്കൾ വിമർശകന്മാർ നടത്തുന്ന എന്തിനാണ് കല? അതിനെ സംബന്ധിക്കുന്ന സത്യം പണ്ട് വാൻഗോ ആണെന്ന് പറഞ്ഞത് അതാണ് സത്യം. അദ്ദേഹം പറഞ്ഞു കലയ്ക്ക് വേണ്ടി ആയിക്കോട്ടെ ആൾക്കാരുള്ളൂ, ജീവിതത്തിന് വേണ്ടി ആയിക്കോട്ടെ ആൾക്കാരുള്ളൂ. പക്ഷേ കലയായിരിക്കണമെന്ന കാര്യത്തിൽ നിന്ന് കലാകാരനെ ഒഴിവാക്കി വരുന്ന സാധ്യതയാണ്. സാഹിത്യമായിരിക്കണം, കഥയായിരിക്കണം. മറ്റെന്തിനു വേണ്ടി നിങ്ങൾ എഴുതിക്കൊള്ളുന്നത് ഒന്നിനുവേണ്ടി എല്ലാവരും എഴുതിക്കൊള്ളു. പക്ഷേ കഥയായിരിക്കണം. ഈ അർത്ഥത്തിൽ കഥയാവുക എന്നതിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകി എന്നതാണ് ബഷീറിനെ മറ്റെഴുത്തുകാരിൽ നിന്ന് വേർതിരിച്ചു നിൽക്കുന്ന ഒരു പ്രത്യേകത. ബഷീർ ഭാവിയിൽ വിലയിരുത്തപ്പെടാൻ പോകുന്നതും ഈ രീതിയിലായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കും. നമ്മൾ ഇതിന്റെ ഏറ്റവും വലിയ കഥയെഴുതുക ഓരോരുത്തരും ഓരോ തുടക്കമാണ്. ഞാനിങ്ങനെ നിലപോലെ കണ്ടാറില്ല എന്ന് സംഘടനയിലേക്ക് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ആയിരിക്കും എന്റെ ചെയ്യാം, എന്റെ കഥ എന്റെ കഥയാണ്. ഞാൻ എന്തുകൊണ്ടാണ് കടപ്പെട്ടത്? ആ അർത്ഥത്തിൽ ഓരോ എഴുത്തുകാരനും അയാളുടേതായ പ്രത്യേക വ്യക്തിത്വം അതിന്റെ ഗുണദോഷങ്ങളോടുകൂടി കഥകളിൽ പ്രദർശിപ്പിക്കുന്നു. അവന് ഇത് ഒരാളെ വേർതിരിച്ച് കാണും. ആ വേർതിരിച്ച് കാണുന്ന സന്ദർഭത്തിൽ ബഷീറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം വളരെ ശുദ്ധമായി കഥാഖ്യാനം ചെയ്യുന്നതിനാണ് എപ്പോഴും ശ്രമിച്ചത് എന്നതാണ്. ജന്മദിനം അങ്ങനെയായ നിങ്ങൾക്കറിയാം. ജന്മദിനത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതിബദ്ധത കാണാം. ജന്മദിനത്തിൽ പങ്കെടുക്കുന്നതാണ്. അതിനകത്ത് അഭ്യർത്ഥനയായ വളരെ കൊണ്ടുണ്ടായി ദുഷ്ടതയുണ്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ മധ്യത്തിൽ ഇത് വെറും കഥയാണ്. നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇത് വെറും കഥയാണ്. വീട്ടിൽ അത്താഴം കഴിക്കുന്നതിന് വെല്ലുവിളി ഉണ്ടാക്കിക്കൊണ്ടുള്ള കുഞ്ഞുങ്ങളെ, പട്ടിണിടുന്ന കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ച് അവർക്ക് കടന്നാളികൾ കൊടുക്കുന്നത് വളരെ വിചാരിച്ചാണ് ഇത് അവസാനം നാം കാണും. 2-3 വിദ്യാർത്ഥികൾ അതെല്ലാം വരുമ്പോൾ നാം അതെല്ലാം ശ്രദ്ധിക്കുന്നതിന് പറഞ്ഞുപോകുന്ന കഥയാണ്. ആ കഥയുടെ നടക്ക് ഈ ജന്മദിനം ആചരിക്കുന്ന ബഷീരിരിക്കുന്നു എന്നത് നാം ശ്രദ്ധിക്കുന്ന ഈ ഒരു ശുദ്ധമായ കഥാഖ്യാനം ബഷീറിന്റെ മൗലികമായ സവിശേഷതയാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഈ ശുദ്ധമായ അതിനുശേഷം ഞാൻ എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഷയും ശുദ്ധമാണ്. വലിയ കഥാകാരന്മാർ മികച്ച ഭാഷ ഉപയോഗിക്കണം എന്നില്ല. ഈ ആധുനികത്തിലുള്ള ലോകത്തിന്റെ ചെറിയ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഭാഷയ്ക്ക് അദ്ദേഹം വരുത്തുന്ന സങ്കീർണ ശോഭ ഭയങ്കരം വളരെ ആലോചിച്ച് വളരെയധികം ശ്രദ്ധിച്ചാണ് ഇതിന്റെ ഓരോ വാക്യവും ഓരോ വാക്കും നിബന്ധിച്ചിരിക്കുന്നത്. നമ്മുടെ ചെറുപാടിനെ കഥകപ്പെടും. നമ്മൾ ഓരോ വാക്യങ്ങൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് എത്രമാത്രം ശ്രദ്ധയിലെത്തിയിരിക്കുന്നുവെന്ന്. ആ അർത്ഥത്തിൽ അത് സൗന്ദര്യ ബോധം എന്നിട്ട് ഉണ്ടായില്ല. ഇദ്ദേഹം തനിക്ക് ആവശ്യമായ പദങ്ങൾ മാത്രം എടുത്ത് വിശേഷപദങ്ങൾ കൃത്യമാകുന്നില്ല. വിശേഷപദങ്ങൾ ഒട്ടുമില്ലാത്ത ബഷീറാണ്. ഏതാനും വിശേഷപദങ്ങൾ കൂടുതലാണ്. അല്പമെങ്കിലും തകഴി കുറെ കൂടി അവജ്ഞാപരമായതുകൊണ്ട് ശാസ്ത്രീയമാണ് ഭാഷയോട് ചോദിക്കാൻ ചില ചോദ്യങ്ങൾ. അപ്പോൾ അവരുടെ മനസ്സിലൂടെ എന്താ കടന്നുപോയത്? അത് തെറ്റല്ലേ? എങ്ങനെ തെറ്റെന്ന് പറയാൻ കഴിയും? ഇങ്ങനെയൊക്കെയാണ് ബഷീർ എഴുതുമ്പോൾ ഇമാതിരിയുള്ള അവജ്ഞാപരമായ ശൈലി ഒഴിവാക്കിക്കൊണ്ട് വെറും മനോഹാരിതയോടുകൂടി കഥ പറഞ്ഞു വരുന്ന ഒരു രീതി ബഷീറിലാണ്. ആകാശത്തിൽ നക്ഷത്രങ്ങൾ അങ്ങനെ ഇറ്റിവീഴുന്ന കണ്ണീര് പോലെ നിൽക്കുന്നതും ചുറ്റുപാടും സസ്യ പുരുഷാദികൾ ഇങ്ങനെ ഇതെല്ലാം നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. വിശാലമായ ആകാശം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ കരഞ്ഞുപോയി എന്ന വാക്യം എത്തുമ്പോൾ എന്തുകൊണ്ട് കരയുന്നു? അത് കവിതയാണ്. എന്തുകൊണ്ട് ചോദിക്കാൻ അനുവദിക്കാതെ നമ്മെ കരയാൻ അനുവദിക്കുകയാണ് ചെയ്യും. അത് ബഷീറിന് മാത്രം സാധിക്കുന്നുണ്ട്. ആ ഗദ്യത്തിന്റെ വൈഭവം കൊണ്ട് സാധിക്കുന്ന ആധുനികമായി പറയട്ടെ, അദ്ദേഹത്തിന്റെ അവസാനത്തെ മികച്ച സൃഷ്ടിയാണ് മതിലുകൾ. അതിനുശേഷം അദ്ദേഹം എഴുതിയത് പലപ്പോഴും മറ്റൊരു ബഷീറാണ്. ബഷീറിന്റെ കാലഘട്ടം അതുകൊണ്ട് അവസാനിക്കും. മറ്റ് ഘട്ടങ്ങൾ നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ എടുക്കാം. മാന്ത്രികപ്പെട്ട് വരയും. പക്ഷേ അതിനിപ്പുറം
മതിലുകൾക്ക് ഇപ്പുറമുള്ളതുകൊണ്ട് ബഷീറിന്റെ കാലം അവസാനിച്ചു. ബഷീറിന്റെ മികച്ച കഥകൾ പിന്നീട് അദ്ദേഹത്തെ തന്നെ പലപ്പോഴും അനുകരിക്കുകയും ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനായിട്ട് വരും. അത് ഏത് എഴുത്തുകാരനും സംഭവിക്കുന്ന ഒരു പ്രായത്തിലധികം ജീവിച്ചു കഴിഞ്ഞു. അതിനു മുൻപുള്ള ബഷീർ ഈ ഭാഷയുടെ കാര്യത്തിൽ ഭാഷ കവിതയായി ഗദ്യത്തിന്റെയും പദ്യത്തിന്റെയും ഈ അതിർത്തിലേക്ക് മുഴുവൻ മായ്ച്ചു കളഞ്ഞ് ഇത് ഒന്നാണ് എന്ന് സ്ഥാപിച്ച ബഷീറാണ്. രണ്ടാമത് ഞാൻ എനിക്ക് പറയാനുള്ളത് ഭാഷാ പ്രയോഗ വൈഭവം, അതിലെ കാവ്യാത്മകത എന്ന്. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പ്രത്യേകത അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടനം സൂചിപ്പിച്ചു തന്നെയാണ്. ബഷീറിന് മാത്രമാണ് ജീവലോകവുമായി ബന്ധപ്പെടാൻ കഴിയുന്നത്. ഒന്നുമൊക്കെ മൃഗത്തിന്റെ കഥ എഴുതിയിട്ടുണ്ട്. തകഴി വെള്ളപ്പൊക്കത്ത് എഴുതിയിട്ടുള്ളവർക്കറിയാം, പട്ടിയാണ് പ്രധാന കഥാപാത്രം. ഒരു പട്ടി മനുഷ്യനേക്കാളും വലിയ ദുരന്ത കഥാപാത്രമായി രൂപാന്തരപ്പെടുന്ന കാണാം. അവരെല്ലാവരും എഴുതിയിട്ടുണ്ട്. എവിടെയോ ഇസ്കയുടെ കഥയുണ്ട്. PC കുട്ടികൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. അതിഥികളെ നോക്കുള്ള കഥകളിൽ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നിരുന്ന അതിഥികൾ, താറാവ് വരുന്നു, കോഴി വരുന്നു, ഇവരെല്ലാം കൂടി കഥ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. പാശ്ചാത്യ സാഹിത്യം ധാരാളം. പക്ഷേ ഇതെല്ലാം തന്റെ കഥയുടെ ഭാഗം, തന്റെ ആത്മാവിന്റെ ഭാഗമായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ഒരു എഴുത്തുകാരൻ മലയാളത്തിൽ ബഷീറാണ്. അദ്ദേഹത്തിന്റെ കഥകൾക്ക് ഒട്ടുമിക്കപ്പോഴും നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. നാലാമത്തെ അദ്ദേഹത്തിന്റെ ഭരിതമാണ്. ബഷീറാണ് ഭരിതം. കേശവയിലും വരുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ, തകഴിയിലും വളരെ ചുരുക്കമായി വരുന്നുണ്ട്. കുറച്ചുകൂടി കൃത്യമായി എസ്കയിലുണ്ട്. എസ്കയ്ക്ക് ഗദ്യത്തിലുള്ള ചില പൊടിക്കൈകളുണ്ട്. വലിയ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഇവരെല്ലാം ഭിന്നമായി വളരെ സ്വാഭാവികമായി സ്വച്ഛന്തമായി ഭരിതം കടന്നു വരുന്നത് ബഷീറിലാണ്. ചുരുക്കമായിട്ട് മാത്രം പഠിക്കാം. ഒട്ടുമിക്കപ്പോഴുള്ളത് ഭരിതമാണ്. ജീവിതത്തിലുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ രചനയ്ക്കുണ്ടായിരുന്നു. അത് വിനോദത്തിൽ ആദ്യത്തെ പ്രേമലേഖനത്തിൽ എന്ന് പറയുന്നുണ്ട്. പ്രേമലേഖനത്തിന് മുമ്പാണ്. പ്രേമലേഖനം തുടങ്ങുന്നതിന് ഭരിതമാണല്ലോ. ചെറിയ കത്താണ് ആദ്യം ചിന്തിക്കുന്നത്. കഥ എഴുതുന്നത് കേശവൻ നായരാണ്. എഴുതുന്നത് ആൾക്കാരെ സാധാരണ പ്രേമലേഖനം. അന്നത്തെ കാലത്ത് ഇന്ന് ഏത് സാധാരണ ആർക്കും കേൾക്കുന്നാൻ വേണ്ട ഒരു കുഴപ്പമില്ല, കൊടുത്തുകൊണ്ട് പോയിരിക്കും. അത് വായിക്കും. പ്രിയപ്പെട്ട സാധാരണ എന്ത് തോന്നുന്നു, ഇങ്ങനെ തന്നെ ഭംഗി കിട്ടുള്ളൂ. ആ ഒരു കീഴ്പ്പോടെ വീഴും. ഈ യൗവനുള്ള ഫലം പ്രേമഫലം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ചോദിക്കാനുള്ളത് സാധാരണ തോന്നുന്നതാണ്. അപ്പൊ ഈ ഒരു ഹെർബർട്ട് സ്പെൻസർ എന്ന ഡിസെൻഡിങ് ഇൻകോൺഗ്രുവിറ്റി വലിയ പ്രൗഢമാണ്. ഇതൊക്കെ വില്യം സെറോയി തുടങ്ങിയ പാശ്ചാത്യരായ എഴുത്തുകാർ നിരന്തരമായിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു കൗശലം. ആ ഒരു വളരെ ആത്മാർത്ഥമായി കൊണ്ടുവരുന്നില്ല. ഞാൻ സായന്തര സൂര്യന്റെ അരുണകിരണങ്ങളേക്ക് ഉദ്യാനം രോമാഞ്ചപ്പെടുന്ന സന്ദർഭത്തിൽ ഞാൻ മുറിവിളി വലിച്ചു എന്ന് പറയുന്നത്. ആ മുറിവിളി എന്ന് പറയുന്നതാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഭാഷാ പ്രയോഗത്തിലൂടെ തന്നെ അത് അദ്ദേഹത്തിന്റെ സുന്ദരമായ മനോഹരമായ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് അതിന്റെ ഇപ്പുറത്ത് വളരെ കളി ഉള്ള ഒരു സംഗതി പറയുന്നത്. ഇത് കഥയുടെ മൊത്തത്തിലുള്ള ചിത്രത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഐറ്റുകുട്ടി ചെറിയ നിർബന്ധമേ ഉള്ളൂ. പ്രസവത്തിൽ വന്നപ്പോൾ ദാസിനെ കൊണ്ടുവരണം. ദാസിനെ കൊണ്ടുപോയത് നിരവധിയാണ്. ഈ ദാസിനെ കൊണ്ടുപോയത് നിരവധി അർത്ഥം അവസാനം മനസ്സിലാക്കുക. കാരണം ഭർത്താവ് ഓടി വളരെ പാടുപെട്ട് ഇല്ലാത്ത കാശുണ്ടാക്കി എവിടെ നിന്നോ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരുന്ന ഐറ്റുകുട്ടി പ്രസവിച്ചു. ഐറ്റുകുട്ടി പ്രസവിച്ചപ്പോഴും ഐറ്റുകുട്ടി പിന്നെ പറയുന്നത് എന്തൊക്കെയായാലും ഞാൻ പ്രസവിച്ചപ്പോഴും ദാസിനെ കൊണ്ടുവന്നല്ലോ. നേരത്തെ അയൽവീട്ടിലെ ഒരു സ്ത്രീ പ്രസവിച്ചപ്പോൾ ദാസിനെ കൊണ്ട് നമ്മളെ വലിയ കേൾക്കുന്ന പോലെയാണത്. അപ്പൊ ഇവർ അന്നേ കരുതി വെച്ചു ഞാൻ പ്രസവിച്ചപ്പോഴും ദാസിനെ ഞാൻ വരുമ്പോഴെന്നൊക്കെ പറയുന്നത് ദാസിനെ കൊണ്ടുവരാം. അപ്പൊ ആ അർത്ഥത്തിൽ ഈ ദാസിനെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് പറയുന്നു. പ്രസവവേദനയുടെ സമയം പ്രസവവേദനയോടെ ഞാൻ മരിച്ചു പോകും, എന്റെ കരളിനെ ഞാൻ മരിച്ചു പോകും എന്ന് ഭർത്താവിന് പറയുന്നുണ്ട്. ഇത്